നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. അൺഅക്കാഡമിയാണ് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അൺഅക്കാഡമി നമ്മുടെ CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വന്ന നവംബർ 24 ഓൾറെഡി ബാച്ച് ലോഞ്ച്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സിന് വീണ്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ സംഭവം ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ബാച്ചിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫൗണ്ടേഷനിൽ 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. എക്കണോമിക്സ്, മാത്ത്, ലോ, അക്കൗണ്ടൻസി. ഈ 4 സബ്ജക്റ്റുകളും ഡീൽ ചെയ്യുന്ന ഇന്ത്യയിലെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നവംബർ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി ആകുമ്പോൾ നമ്മുടെ RTP MTP യുടെ ഒക്കെ റിവിഷൻ അല്ലെങ്കിൽ RTP MTP യുടെ ഒക്കെ പ്രാക്ടീസ് ഉണ്ടാവും. അതുപോലെ ഏപ്രിലിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു. അതുകൊണ്ട് അതിനെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ക്യൂക്ക് റിവിഷൻ ബാച്ചുകൾ ഉണ്ടാവും. ഓക്കെ, ജൂണിന് എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ വീണ്ടും റിവിഷൻ ബാച്ചുകളും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ലൈവ് ക്ലാസ് ആയിരിക്കും, ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ലൈവ് മിസ്സായാൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ തീരുന്നത് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അൺലിമിറ്റഡ് വാച്ച് ടൈമാണ്. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. എഡ്യൂക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന നോട്ട്സിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നമ്മുടെ MTP RTP യുടെയൊക്കെ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ക്ലാസ്സിന് എടുക്കാനായിട്ട് നിങ്ങൾ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഗോൾ CMA ഫൗണ്ടേഷൻ ആയിട്ട് വെക്കുക. ഓക്കെ, ഇതിന് ഫ്രീ അല്ല, ഇത് കോസ്റ്റ് ഉണ്ട്, ഇതിന് ചിലവുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോസ്റ്റിന് പുറമെ വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അൺഅക്കാഡമിയിലെ ഏത് ക്ലാസ് നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ CA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്കും ഇതുപോലെ ഒരു CA ഫൗണ്ടേഷൻ പ്ലസ് സബ്സ്ക്രിപ്ഷൻ, ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിനും ഈ ഒരു വീക്കെൻഡിൽ, അതായത് നമ്മുടെ നവംബർ 25 മുതൽ 30 വരെ ഒരു ഡിസ്കൗണ്ട് നടക്കുന്ന ഒരു 10% ഡിസ്കൗണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാനായിട്ട് നമ്മൾ സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് പ്രൈസും നിങ്ങൾക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം റെഫർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ലിവറേജ് അനാലിസിസ് മുതലുള്ള എല്ലാ സീരീസിലും നമ്മളൊരു കൺക്ലൂഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൺക്ലൂഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആ ഹോൾ ചാപ്റ്ററിൻ്റെ ഫുൾ സമ്മറി, നമ്മൾ അതിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യുന്നൊരു വീഡിയോ. അത് നിങ്ങളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഹെൽപ്പ് ചെയ്യും. കാരണം പരീക്ഷയുടെ തലേന്ന് ദിവസം നമുക്ക് ഈ ഫുൾ ടോപ്പിക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. അപ്പം നമ്മൾ ആ ഒരു സംഭവം ഇവിടെ തുടങ്ങിയാണ്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലിവറേജ് അനാലിസിസ്. ലിവറേജ് അനാലിസിസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ കൊണ്ട് അവസാനിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോസ് ഒന്നും കാണാതെ ഈ വീഡിയോ കാണരുത്. ആ വീഡിയോസ് മൊത്തം കണ്ട് ആ പ്രോബ്ലംസ് മൊത്തം ചെയ്തിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ആ ഒരു ടെക്നിക്ക്, നമ്മൾ അവിടെ പഠിച്ച അതേ ടെക്നിക്കോ എക്സാമ്പിൾസോ ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ സംഭവങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ് കൊണ്ട് എങ്ങനെ ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്ന ഫുൾ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും, ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്ന ഫുൾ ചാപ്റ്റർ എങ്ങനെ ഈ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമുക്ക് തുടങ്ങാം. നോക്കി, ലിവറേജ് അനാലിസിസ് അല്ലെങ്കിൽ ലിവറേജ് എന്താണ്? ലിവറേജ്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ലിവറേജ് എന്താണ്? ലിവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഈ ലിവറേജ് എന്ന് പറഞ്ഞ വേർഡ് വന്നത് തന്നെ ലിവറിൽ നിന്നാണ് അല്ലേ? ലിവർ എന്ന് പറഞ്ഞ വേർഡ്, ലിവർ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് അല്ലേ? നമ്മൾ ഏതെങ്കിലും ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ, ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിവറേജ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ അതിനകത്തൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും കൂടെ ചേർക്കുന്നു അല്ലേ? ഒരു ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ ചേർക്കുന്നു. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ വേരിയബിൾ, ആ ഒരു ഫിനാൻഷ്യൽ വേരിയബിൾ നമ്മൾ ഇവിടെ വയ്ക്കുക. ആ ഒരു ഫിനാൻഷ്യൽ വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ സെയിലാണെന്ന് സങ്കല്പിക്കുക, ആ സെയിൽ കൂട്ടിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ വേരിയബിളിനെ എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നതാണെന്ന് പറയുന്നത് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മളെ ലിവർ ഇത് ഓക്കെ അല്ലേ? നമ്മൾ ഒരു ഫിനാൻഷ്യൽ വേരിയബിളിന് ഇവിടെ വെച്ചു, ഒരു ഫിനാൻഷ്യൽ വേരിയബിളിന് ഇവിടെ വെച്ചു. ഓക്കെ അല്ലേ? നമ്മൾ ഈ ഫിനാൻഷ്യൽ വേരിയബിളിനെ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ വേരിയബിൾ കുറഞ്ഞു, നമുക്കതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ ഈ ഇവിടുത്തെ ഫിനാൻഷ്യൽ വേരിയബിൾ നമ്മൾ കുറച്ചപ്പോൾ അവിടുത്തെ ഫിനാൻഷ്യൽ വേരിയബിൾ കൂടി അല്ലേ? ഇതാണ് സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ലിവറേജ് എന്ന് പറയുന്നത്. എന്താണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ലിവറേജ്? മീൻസ് ഇൻഫ്ലുവൻസ് ഓഫ് വൺ ഫിനാൻഷ്യൽ വേരിയബിൾ ഓവർ സം റിലേറ്റഡ് ഫിനാൻഷ്യൽ വേരിയബിൾ. ഇൻഫ്ലുവൻസ് ഓഫ് വൺ ഫിനാൻഷ്യൽ വേരിയബിൾ ഓവർ സം റിലേറ്റഡ് ഫിനാൻഷ്യൽ വേരിയബിൾ. ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ വേരിയബിളിനെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു ഫിനാൻഷ്യൽ വേരിയബിളിനെ മാറ്റാൻ പറ്റുമെങ്കിൽ, അതായത് ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലിവറേജ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിവറേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് അനദർ റിലേറ്റഡ് വേരിയബിൾ നമുക്ക് എഴുതാൻ പറ്റും. പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് വൺ വേരിയബിൾ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് വൺ റിലേറ്റഡ് വേരിയബിൾ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്കിനി ലിവറേജസിൻ്റെ 3 ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സിമ്പിളാണ്. ലിവറേജസിൻ്റെ 3 ടൈപ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്.
ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും. ഇത് രണ്ടിനെയും കൂടെ സമ്മപ്പ് ചെയ്യുന്ന ഒരു ലിവറേജാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് EBIT, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ആ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിൽ വരുത്തുക. ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമേ സെയിൽസ്, അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ്, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ, ലെസ് ഫിക്സഡ് കോസ്റ്റ്, അപ്പോൾ നമുക്ക് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും അല്ലേ? ആ പോർഷൻ വരെ, അവിടെ വരെ നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് നമ്മൾ അവിടുത്തെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ്. ആ ഫിക്സഡ് കോസ്റ്റിന് മുകളിൽ കിടക്കുന്ന കോൺട്രിബ്യൂഷനെ നമ്മളെടുത്തു, താഴെ കിടക്കുന്ന EBIT നമ്മളെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഞാൻ നമ്മുടെ ലിവറേജിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫുൾ വീഡിയോയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടണിലും മാക്സിമം ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. നമുക്ക് വേണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ നോക്കാം. നോക്കി, ഇതാണ് ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ്, അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBIT കിട്ടും, അതായത് EBIT കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് EAT. EBT എന്ന് പറഞ്ഞാൽ ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടും. ഓക്കെ അല്ലേ? അതിൽ നമ്മുടെ ഈ പാർട്ട്, അതായത് ഏത് പാർട്ട്? ഈ പാർട്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ പാർട്ട്. ഈ ഫിക്സഡ് കോസ്റ്റിന് മുകളിൽ കിടക്കുന്ന കോൺട്രിബ്യൂഷൻ നമ്മൾ മുകളിലിടുക, താഴെ കിടക്കുന്ന EBIT താഴെ ഇടുക. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയി. നോക്കി, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ താഴെ പോകണം, ഒരു സ്റ്റെപ്പ് കൂടെ താഴെ പോകണം. നമ്മൾ ഇൻട്രസ്റ്റ് എടുത്തു, ഇൻട്രസ്റ്റിന് മുകളിൽ കിടക്കുന്ന EBIT മുകളിലിടുക, ഇൻട്രസ്റ്റിന് താഴെ കിടക്കുന്ന EBT താഴെ ഇടുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? EBIT ഡിവൈഡഡ് ബൈ EBT. ഓക്കെ അല്ലേ? അതാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ മുകളിൽ കിടക്കുന്നതും ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ താഴെ കിടക്കുന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ മുകളിൽ കിടക്കുന്ന കോൺട്രിബ്യൂഷൻ, അതുപോലെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ താഴെ കിടക്കുന്ന EBT. ഓക്കെ അല്ലേ? അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് എന്തായി? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആയി. ഇതെങ്ങനെ വന്നു എന്നും അതിൻ്റെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ ആ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഉറപ്പായിട്ടും കാണുക. പിന്നെ ലിവറേജിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ത്? ലിവറേജ് എങ്ങനെയൊക്കെ കൂടുന്നു. ഇപ്പം നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ചെയ്തപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 എന്ന് കിട്ടി. മറ്റൊരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് 5 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം 5 ഉള്ള ഫേം, ഏറ്റവും കൂടുതൽ ലിവറേജ് ഉള്ള ഫേമിനാണ് ഹൈ റിസ്കി. അപ്പോൾ നമ്മൾ ലോവർ റിസ്ക് ഉള്ള ഫേമിനെ വേണം എപ്പോഴെങ്കിലും ചൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എക്സാമിന് നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 2 ഫേം തന്നിട്ടുണ്ട്. ഈ 2 ഫേം നിങ്ങൾ ലിവറേജസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുക ഏത് ഫേമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ലിവറേജ് 2 പേർക്കും പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നോക്കുക, 2 ലിവറേജും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഏത് കമ്പനിയുടെ, ഏത് ഫേമിൻ്റെ ലിവറേജ് ആണോ കൂടുതൽ, അതിൻ്റെ അർത്ഥം ആ ഫേമിൻ്റെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ റിസ്ക് കൂടിയ ഫേം ചൂസ് ചെയ്യരുത്, റിസ്ക് കുറഞ്ഞ ഫേം വേണം ചൂസ് ചെയ്യാൻ. അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഹൈ റേറ്റ് ഓഫ് ലിവറേജ് മീൻസ് ഹൈ റിസ്ക്. ഹൈ റേറ്റ് ഓഫ് ലിവറേജ് മീൻസ് ഹൈ റിസ്ക്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ലിവറേജസ് എന്ന് പറഞ്ഞ സംഭവം മൊത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഏർണിംഗ്സ് പെർ ഷെയർ, EBT ഏർണിംഗ്സ് പെർ ഷെയർ ഇൻഡിഫറൻസ് പോയിന്റ് അല്ലേ? ഇൻഡിഫറൻസ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ലെവൽ. ഇൻഡിഫറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഫിനാൻഷ്യൽ പ്ലാനുകളുണ്ട്. ആ 2 ഫിനാൻഷ്യൽ പ്ലാൻ ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റേതായ മെച്ചം കിട്ടും. ചിലതിനകത്ത് നമ്മുടെ ഏർണിംഗ്സ് പെർ ഷെയർ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ കുറവായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കോസ്റ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ നമുക്കുണ്ട്. ഓക്കെ അല്ലേ? പക്ഷേ ഈ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന ആ പോയിന്റിൽ നമ്മൾ ഇതിൽ ഏത് ഫിനാൻഷ്യൽ പ്ലാൻ ചൂസ് ചെയ്താലും നമുക്ക് ഒരേ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഈ 2 ഫിനാൻഷ്യൽ പ്ലാനിൽ ഏത് ചൂസ് ചെയ്താലും നമുക്ക് ഒരേ എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പം അറ്റ് ഇൻഡിഫറൻസ് പോയിന്റ് നമുക്ക് 2 ഫിനാൻഷ്യൽ പ്ലാനിലെയും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, റെസ്പെക്റ്റീവ് ഓഫ് ഡെറ്റ് ഇക്വിറ്റി മിക്സ്. ആ ഡെറ്റ് ഇക്വിറ്റി മിക്സിനെ ഒന്നും നോക്കാണ്ട് 2 ഫിനാൻഷ്യൽ പ്ലാനിലും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2 ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റി മാത്രം, 2 പറയുന്നത് ഇക്വിറ്റി പ്ലസ് ഡെറ്റ്. ഓക്കെ അല്ലേ? നമ്മൾ ഇത് മാത്രം ചൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റും കാര്യങ്ങളും അതുപോലെ എക്സ്പെൻസും കാര്യങ്ങളും വരും. അതുപോലെ ഇത് മാത്രം ചൂസ് ചെയ്താലും അതിൻ്റേതായ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് 2ൻ്റെയും മിഡിൽ ഒരു പോയിന്റ് വരും അല്ലേ? ഒരു ഇൻഡിഫറൻസ് പോയിന്റ് വരും. ഈ ഇൻഡിഫറൻസ് പോയിന്റിൽ ഏത് ചൂസ് ചെയ്താലും ഇവിടുത്തെ കോസ്റ്റ് സെയിം ആയിരിക്കും, ഇവിടുന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റും ഇവിടുന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിഫറൻസ് ലെവൽ ഈസ് ദ EBIT is on at which the earnings per share remains same irrespective of the debt equity mix. എന്താണ്? നമ്മുടെ ഈ ഡെറ്റ് ഇക്വിറ്റി മിക്സിന് ഇറസ്പെക്റ്റീവ് ആയിട്ടുകൊണ്ട് നമ്മുടെ ഇൻഡിഫറൻസ് പോയിന്റിൽ അവിടെ ഏൺ ചെയ്യുന്ന EBIT 2 സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്ന EBIT 2 സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അത് നമുക്ക് 4 ഫിനാൻഷ്യൽ പ്ലാനിലും 4 ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളിവിടെ കണ്ടുപിടിക്കുന്നതാണ് EPS ആണ്. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ്സ് പെർ ഷെയർ. നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ EPS എഴുതി.
ഏർണിംഗ്സ് പെർ ഷെയർ എഴുതി. എങ്ങനെ എഴുതിയത്? പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ? ആ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എത്ര പ്രോഫിറ്റ് ആണുള്ളത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? EPS കിട്ടുന്നത്. ആ സെയിം സംഭവം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ പ്ലാനിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏർണിംഗ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? EBIT ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്ലാൻ 1. അറിയാവുന്ന കാര്യമല്ലേ? EBIT ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ പ്ലാൻ 1. ഇനി ഇക്വിറ്റി ഉണ്ട്, ഡെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് കൂടെ ലെസ് ചെയ്യണം. EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ പ്ലാൻ 2. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്ലാൻ എന്താണ്? ഡെറ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടെ ലെസ് ചെയ്യണം. പ്രിഫറൻസ് ഡിവിഡൻറ്റ് ലെസ് ചെയ്യുമ്പോൾ ഇവിടെ ലെസ് ചെയ്ത് ഇതിനപ്പുറേ ലെസ് ആവും. കാരണം ഓർമ്മയില്ലേ, നമ്മൾ ടാക്സ് എല്ലാം പേ ചെയ്തിട്ടാണ് അവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻറ്റിന് ടാക്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നോക്കിയിട്ട് ഇക്വിറ്റി പ്ലസ് ഡെറ്റ് പ്ലസ് പ്രിഫറൻസ്. അങ്ങനെയാണെങ്കിൽ EBIT മൈനസ് ഇൻട്രസ്റ്റ് സെയിം തന്നെ ഇൻറ്റു 1 - T സെയിം തന്നെ. അതിനോടൊപ്പം ലെസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ പ്ലാൻ 3. എല്ലാം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ പ്ലാൻ 3 ആണ്. കാരണം EPS കിട്ടുന്നത് എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കി, ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇക്വിറ്റിയും പ്രിഫറൻസും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വിറ്റിയുടെ EBIT മൈനസ് 1 - T ഇൻറ്റു പ്രിഫറൻസ് ഡിവിഡൻറ്റ് മാത്രം എഴുതിക്കൂടാ. പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ പ്ലാൻ 4. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരു കാര്യം ഓർത്തേക്കേണ്ടത്, നമ്മുടെ N1 ഉം N2 ഉം N3 N4 ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3 ആൻഡ് പ്ലാൻ 4 എന്നാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടെ പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ പഠിക്കാൻ 4 ടോപ്പിക്കേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ലിവറേജ് എന്താണ്, രണ്ടെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലിവറേജസ് അതിൻ്റെ കണക്ക്, മൂന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഡിഫറൻസ് പോയിന്റ് അതിൻ്റെ കണക്ക്, നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അത് വെറും ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ല, ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റും അതിൻ്റെ കണക്കും. ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് വന്നത് എങ്ങനെയാണ്, ആ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്ന ഒരു ലെവലാണ് അല്ലേ? നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇതാണെങ്കിൽ ഇതിന് മുകളിലോട്ട് നമ്മൾ എത്ര സെയിൽ നടത്തിയാലും അത് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഇതിന് താഴോട്ട് നമ്മൾ എത്ര സെയിൽ നടത്തിയാലും നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റും അല്ല ലോസും അല്ല, നമുക്ക് ന്യൂട്രലി നിൽക്കുന്ന ഒരു പോയിന്റ്. അതായത് നമുക്കുണ്ടായ ചിലവുകളെല്ലാം കവർ ചെയ്യുന്ന സെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. നോർമലി കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ് ഇതാണ്. ഇനി ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ഏർണിംഗ്സ് പെർ ഷെയർ 0 ആയിരിക്കും. നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വല്ല എമൗണ്ടും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരുടെ ഏർണിംഗ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT വേർ ഏർണിംഗ്സ് പെർ ഷെയർ ഇസ് 0. നമ്മുടെ EBITയിൽ ഏർണിംഗ്സ് പെർ ഷെയർ 0 ആവുന്ന EBIT ആണ് നമുക്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് EBIT വേർ ഏർണിംഗ്സ് പെർ ഷെയർ 0. നമ്മുടെ ഏർണിംഗ്സ് പെർ ഷെയർ 0 ആയിരിക്കുന്ന EBIT, അതിനെയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റിൽ നോ പ്രോഫിറ്റ് നോ ലോസ്, ഒരു പ്രോഫിറ്റ് ഒരു ലോസും ഇല്ലെങ്കിൽ ഏർണിംഗ്സ് പെർ ഷെയർ എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ 0 ആയിരിക്കേണ്ടിയുള്ള EBIT അതാണെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റിലെ EBIT കണ്ടുപിടിക്കാം. നേരത്തെ പോലെ 4 ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മാത്രം, ഇക്വിറ്റിയും ഡെറ്റും മാത്രം, ഇക്വിറ്റിയും ഡെറ്റും പ്രിഫറൻസും മാത്രം, അതുപോലെ ഇക്വിറ്റിയും പ്രിഫറൻസും മാത്രം. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഫണ്ടുകൾ റേസ് ചെയ്തുകൂടെ? അങ്ങനെ 4 രീതിയിൽ റേസ് ചെയ്യുമ്പോൾ EBIT എന്തായിരിക്കും? ഇക്വിറ്റി മാത്രമാണെങ്കിൽ അവിടെ 0 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? EBIT എന്ന് പറയുന്നത്. ഇക്വിറ്റി മാത്രമാണ് റേസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ EBIT എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതെങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് 0 ഇട്ടിട്ട് പോയേക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ റീകളക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ കാണുക. ഓക്കെ അല്ലേ? ഇനി ഡെറ്റ് പ്ലസ് ഇക്വിറ്റി, നമ്മൾ ഡെറ്റും ഉണ്ട് ഇക്വിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? EBIT എന്ന് പറയുന്നത്. ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ ആയിരിക്കും നമ്മുടെ EBIT എന്ന് പറയുന്നത്. ഇനി ഡെറ്റും ഉണ്ട് ഇക്വിറ്റി ഉണ്ട് പ്രിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടെ ചെയ്യുക. അതിനോടൊപ്പം ഒരു ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഡിവൈഡഡ് ബൈ 1 - T കൂടെ ചെയ്യുക. അത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ 1 - T. ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവൈഡഡ് ബൈ 1 - T. ഓക്കെ, ഇനി നാലാമത്തെ നോക്കി, ഇക്വിറ്റിയാണ് പ്രിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം മാത്രം പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ 1 - T, പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ 1 - T. ഓക്കെ അല്ലേ? അതായത് ഇക്വിറ്റി മാത്രമാണെങ്കിൽ 0, ഇക്വിറ്റിയും ഡെറ്റും ആണെങ്കിൽ ഇൻട്രസ്റ്റ് മാത്രം, ഇക്വിറ്റിയും ഡെറ്റും പ്രിഫറൻസും ആണെങ്കിൽ ഇൻട്രസ്റ്റ് പ്ലസ് ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ 1 - T. ഇനി ഇൻട്രസ്റ്റും നമ്മുടെ ഇക്വിറ്റിയും പ്രിഫറൻസും ആണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ 1 - T. ഓക്കെ അല്ലേ? ഇതിൻ്റെ കണക്ക് നമ്മൾ ചെയ്തു.
സിമ്പിൾ അല്ലേ? ഓരോ ഫിനാൻഷ്യൽ പ്ലാനിലും ഓരോ ബ്രേക്ക് ഇവൻ പോയിന്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഓരോ പ്ലാനിനും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് പോയിന്റ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ചോദ്യം ചോദിച്ചാൽ ഉറപ്പാണ് 10 മാർക്ക് ഉറപ്പാണ്. ഇനി അഥവാ ലിവറേജസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലിവറേജസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ മാർക്കിന് 4 മാർക്കിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിലും ചോദിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതിന് മുമ്പുള്ള പ്രീവിയസ് വീഡിയോസ്, നമ്മുടെ ലിവറേജസിൻ്റെ പ്രീവിയസ് വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് പ്ലേലിസ്റ്റുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെയും നോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുക. നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. അതാണ് എന്നെ കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.